പണിക്കപ്പാലത്ത് ദമ്പതികളെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. രാമപുരം കുടപ്പലം രാധാഭവനിൽ വിഷ്ണു, ഭാര്യ രശ്മി എന്നിവരെയാണ് തിങ്കളാഴ്ച രാവിലെയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈരാറ്റുപേട്ട സൺറൈസ് ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു രശ്മി. വിഷ്ണു കരാർ പണികളെടുത്ത് നടത്തി വരികയായിരുന്നു. 6 മാസമായി ദമ്പതികൾ ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ഇന്ന് രാവിലെ വിഷ്ണുവിന്റെ മാതാവ് ഇവരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നാലെ മാതാവ് വീട്ടിലേക്ക് എത്തിയപ്പോൾ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. പക്ഷേ ഇവരുടെ കിടപ്പുമുറി ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് സിറിഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ദമ്പതികളുടെ കൈകൾ ടേപ്പ് ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു. ഇത് സിറിഞ്ച് ടേപ്പ് ആണെന്നാണ് പോലീസ് പറയുന്നത്. കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിലാണ് വിഷ്ണുവിന്റെയും രശ്മിയുടെയും മൃതദേഹം കണ്ടെടുത്തത്. ആത്മഹത്യയാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ആത്മഹത്യ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ദമ്പതികൾക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ഈരാറ്റുപേട്ട സൺറൈസ് ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ടാണ് രശ്മി. വിഷ്ണു കരാർ പണികൾ ഏറ്റെടുത്ത് നടത്തി വരികയായിരുന്നു. 6 മാസമായി ദമ്പതികൾ ഇവിടെ വാടകയ്ക്കാണ് താമസിച്ചു വന്നിരുന്നത്. ഈരാറ്റുപേട്ട സൺറൈസ് ആശുപത്രിയിൽ നിന്നും രാവിലെ രശ്മി ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും ഇവരെ പറ്റി വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. തുടർന്ന് ആശുപത്രി അധികൃതർ ഈരാറ്റുപേട്ട പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സംഘം വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കിടപ്പുമുറിക്കുള്ളിൽ കെട്ടിപ്പിടിച്ച നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ ലഭിച്ചത്. മൃതദേഹങ്ങൾക്ക് സമീപത്തു നിന്നും സിറിഞ്ചുകളും ലഭിക്കുകയായിരുന്നു. മരുന്ന് കുത്തിവയ്ക്കുവാനാണ് ഈ സിറിഞ്ച് ഉപയോഗിച്ചതെന്നാണ് സംശയിക്കപ്പെടുന്നത്. ഈരാറ്റുപേട്ട പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. അവരിങ്ങനെ ഞങ്ങളിവിടെ ഉണ്ട്. ഈ വാതിലൊന്ന് തല്ലി പിള്ളേർക്ക് ജീവനുണ്ടെങ്കിൽ അങ്ങനെ ആശുപത്രി കൊണ്ടാകാം. നമുക്ക് അവരിങ്ങനെ ഞങ്ങളിവിടെ ഉണ്ട്. ഈ വാതിലൊന്ന് തല്ലി പിള്ളേർക്ക് ജീവനുണ്ടെങ്കിൽ അങ്ങനെ ആശുപത്രി കൊണ്ടാകാം. നമുക്ക് അവരിങ്ങനെ
അവനെങ്കിൽ അവനിങ്ങനെ ആ ഉണ്ട് ഞങ്ങളിവിടെ ഉണ്ട്. ഒരു ദ്രവവും ഞാൻ ചെയ്തതാണ് ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ജീവനുണ്ടെങ്കിൽ അവനെ ഈ വാതിലൊന്ന് തല്ലി പൊളിക്കുന്ന അറിയാം. വാതില് തുറക്കാൻ പിള്ളേർക്ക് ജീവനുണ്ടെങ്കിൽ അതുങ്ങളെ ആശുപത്രി കൊണ്ടാകാൻ നമുക്ക് അവനെങ്കിൽ അവനിങ്ങനെ ആ ഉണ്ട് ഞങ്ങളിവിടെ ഉണ്ട്. ഒരു ദ്രവവും ഞാൻ ചെയ്തതാണ് ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ജീവനുണ്ടെങ്കിൽ അവനെ ഈ വാതിലൊന്ന് തല്ലി പൊളിക്കുന്ന അറിയാം. വാതില് തുറക്കാൻ പിള്ളേർക്ക് ജീവനുണ്ടെങ്കിൽ അതുങ്ങളെ ആശുപത്രി കൊണ്ടാകാൻ നമുക്ക് അവനെങ്കിൽ അവനിങ്ങനെ